ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയെന്ന് സോഷ്യൽ മീഡിയയിൽ ചോദ്യമുയരുന്നു. കഴിഞ്ഞ 20 ദിവസത്തോളമായി രാഹുൽ ഗാന്ധി മുഖ്യധാരയിലേ ഇല്ല എന്നാണ് ഉയരുന്ന ആക്ഷേപം. നമ്മൾ തെരുവിലിറങ്ങണം എന്നടക്കം ഇന്ത്യ സഖ്യയോഗത്തിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി എവിടെ പോയി എന്ന ചോദ്യം BJPയും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലും ജന്തർ മന്ദിറിലെ CJP പ്രക്ഷോഭത്തിലുമെല്ലാം രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായിട്ടുണ്ട്. വിദേശയാത്ര കഴിഞ്ഞ് രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയെന്ന് ഹിന്ദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും രാജ്യം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രതികരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവിൻ്റെ ഇടയ്ക്കിടെയുള്ള വിദേശയാത്രകൾ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ടോ? പ്രതിപക്ഷം ഒന്നിച്ച് തെരുവിലിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത രാഹുൽ മനഃപൂർവ്വം മാറി നിൽക്കുകയാണോ? കാണാം RDX റാപ്പ്. കഴിഞ്ഞ 20 ദിവസത്തോളമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എവിടെയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. നീറ്റ് ക്രമക്കേടിലെ പ്രതിഷേധങ്ങളിലും വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിലും കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിലുമെല്ലാം രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു. CJPയുടെ സമരത്തിന് രാഹുൽ ഗാന്ധി നിർബന്ധമായും ജന്തർ മന്ദറിൽ പോകണമെന്ന് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടു. സമരത്തെ കോൺഗ്രസ് നേതാക്കൾ പിന്തുണയ്ക്കാത്തതിൽ സോനം വാങ്ചുക്കും പരോക്ഷ വിമർശനം നടത്തി. ജന്തർ മന്ദറിലെ സമരത്തെ പിന്തുണച്ചില്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെ ജനം തള്ളുമെന്നും സോനം വാങ്ചുക് പറഞ്ഞു. ആം ആദ്മി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, CPIM, CPI തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെല്ലാം ജന്തർ മന്ദറിലെത്തി സോനം വാങ്ചുക്കിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് തീരുമാനിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയോടെ അവതാളത്തിലായി. ഇതിനിടെ രാഹുൽ ഗാന്ധി എവിടെയെന്നുള്ള ചോദ്യം ചോദിച്ച് BJPയും രംഗത്തെത്തി. അതേസമയം വിദേശയാത്ര കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഡൽഹിയിൽ തിരിച്ചെത്തിയിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജൂലൈ 17-ന് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി സംവദിക്കുമെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. രാഹുൽ ഗാന്ധി ലീവിൽ പോയി. ഞാൻ ഓരോ തവണയും പ്രതീക്ഷ കൈവിടുമ്പോൾ സനീഷാണ് അല്ല രാഹുൽ വരും, ഗംഭീരമാണ് എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ നിറയ്ക്കാറ്. ഞാൻ പലതവണ ആരോപിച്ചിട്ടുള്ളതാണ്. അതായത് ഈ രാഹുൽ ഗാന്ധി ഫാൻസ് അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി ഈ സനീഷിനെ നിയമിക്കണം എന്നുള്ള കാര്യവും. പക്ഷേ ഈ കാര്യത്തിൽ ഇത്തവണ എനിക്ക് വീണ്ടും പ്രതീക്ഷ ഞാൻ കൈവിടുകയാണ്. കാരണം എന്താണ്, ഒരു മികച്ച പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം എന്ത് നിർണായകമായ വിഷയങ്ങൾ നടക്കുമ്പോൾ 10-20 ദിവസം ഒരു രാഷ്ട്രീയ പ്രതികരണവും നടത്താതെ മുങ്ങിക്കളയുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണമല്ല. എന്ത് വെക്കേഷൻ എടുത്താലും അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥിരോത്സാഹിയായി പണിയെടുത്താൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ടോളൂ. എന്താണ് അയോധ്യ ചെറിയ കാര്യമാണോ സനീഷേ? ഈ വിഷയം അതായത് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എവിടെ പോയി നിൽക്കുന്നു കോൺഗ്രസ് എന്നുള്ളത് ആലോചിക്കണം. തുടർച്ചയായി നടക്കുന്ന ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 4 ഡസൻ തെരഞ്ഞെടുപ്പുകൾ ഈ കഴിഞ്ഞ കാലത്ത് നടന്നതിൽ ഏതാണ്ട് 90% തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടു UDFും അല്ല കോൺഗ്രസ്. അതുപോലെ 3 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു നിൽക്കുന്നു. ഈ സമയത്താണ് ഈ അയോധ്യ പോലെ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ ഈ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം എല്ലാവരും രാഹുൽ ഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം അയോധ്യ സന്ദർശിക്കുക തന്നെ വേണമല്ലോ ആ പ്രദേശത്ത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ പിതാവ് തുറന്നു കൊടുത്തതാണ് ബാബറി മസ്ജിദ്. അവിടെ പൂജയ്ക്കായി തുറന്നു കൊടുത്തതാണ്. അവിടെ നിന്നാണ് ഇതങ്ങോട്ട് തുടങ്ങുന്നതെന്നുള്ളത് ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വൈകാരികമായി തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇടപെടാമല്ലോ. അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഇത്രയും ഈ ചെറുപ്പക്കാരെ ഉണർത്താവുന്ന ഒരു വിഷയമുണ്ടായിട്ട് ആരാ സമരം ചെയ്യുന്നത്? അവിടെ കോക്രോച്ച് ജനതാ പാർട്ടിയെ സമരം ചെയ്യുന്നത്. കോൺഗ്രസ് എവിടെ ഈ വിഷയത്തിൽ? ആരാണ് നയിക്കേണ്ടത് കോൺഗ്രസിനെ? രാഹുൽ ഗാന്ധി സ്ഥലത്തില്ല. ഇനി അതുപോലെ ഈ പറഞ്ഞ വോട്ട് ചോരിയിൽ എല്ലാവരും തെരുവിലിറക്കാൻ തീരുമാനമെടുത്ത് ഈ നാട്ടുകാരെ മുഴുവൻ ആവേശഭരിതരാക്കി വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചിട്ട് ഒറ്റ പോക്ക് പോയി കളഞ്ഞു. പിന്നെ അത് എവിടെ ചെന്ന് നിൽക്കുന്നു? ആ ആരോപണത്തിൻ്റെ തുടർച്ച എന്താണ്? അതിന്മേലുള്ള നടപടികൾ എന്താണ്? അതിനെക്കുറിച്ച് ഒരക്ഷരമില്ല. ഇനി അതെല്ലാം പോട്ടെ. ഇപ്പോൾ ഇവിടെ വയനാട്ടിലെ ദുരന്തം ഉണ്ടായി. എവിടെയാണ് അദ്ദേഹം? 2 MP വയനാടിന് എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. 2 MP അങ്ങനെ തീരുമാനിച്ചിട്ടാണല്ലോ അദ്ദേഹം വയനാട്ടിൽ നിന്ന് പോയതും പ്രിയങ്ക ഇവിടേക്ക് വരുന്നതും. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം എവിടെയാണ്? അവിടെ VIP സന്ദർശനം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ദുരന്തഭൂമിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾ വരാത്തതാണെന്നാണ് പവൻ ഖേരയൊക്കെ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ഇങ്ങനെ പ്രതികരിച്ച് ബാക്കി ചുറ്റും നിൽക്കുന്നവരൊക്കെ പ്രതികരിച്ച് രക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് എന്തിനാണ് ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ഒരാൾ എന്തിനാണ് അങ്ങനെ
അതാണ് ഈ സ്വാഭാവികമായി ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ടത് കോൺഗ്രസ്സുകാരാണ്. ഇവർ ഇപ്പോൾ ന്യായീകരിക്കുകയാണ് തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം കൃത്യമായി ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ പിടിച്ചവിടെ നിർത്തുകയും വേണം. കുറച്ചു കാലം കൂടി ഈ സീതാറാം യെച്ചൂരിയുമായിട്ടുള്ള സഹവാസം തുടർന്നിരുന്നെങ്കിൽ, അത് തുടരാനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ കുറേ കൂടി ഉത്തരവാദിത്വ ബോധത്തോടെ അദ്ദേഹം പെരുമാറിയേക്കുമായിരുന്നോ എന്ന് പലപ്പോഴും ഞാൻ സംശയിച്ചു പോകുന്നു. നിശ്ചയമായിട്ടും ഇതിപ്പോൾ അദ്ദേഹമാണ്, അല്ല ഞാനിപ്പോൾ അദ്ദേഹത്തെ സമ്പൂർണ്ണമായിട്ടങ്ങ് തള്ളുകയല്ല, ഇപ്പോൾ ഏതായാലും ഹർഷൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട്. പിന്നെ അദ്ദേഹമാണ് പ്രധാനമന്ത്രിയാവുക എന്നാണല്ലോ കോൺഗ്രസ്സുകാർ പറയുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കും എന്ന് വെച്ചാൽ ഈ സ്ഥാനത്തിരിക്കും അദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഇപ്പോൾ മോദീനെ വല്ലപ്പോഴെങ്കിലും നാട്ടിൽ കാണുന്നുണ്ട്. അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ പോയാലും വളരെ ആക്റ്റീവായിട്ട് ഇടപെടുന്നുണ്ട്. അവിടുന്ന് ഒരുപാട് അവാർഡുകളൊക്കെ മോദിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ പ്രധാനമന്ത്രി ആയാലും അദ്ദേഹത്തിന് കാണാനേ കിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അന്യൻ സിനിമയിൽ വിക്രമത്തിന് കഥാപാത്രം ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് വളരെ തണുപ്പൻ മട്ടായി പോവും, ഒന്ന് ഭയങ്കര എക്സ്ട്രീമായിട്ട് ഓടി വരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ഭയങ്കര ബഹളം ഉണ്ടാകുന്നു, വോട്ട് ചോരി, വാർത്താ സമ്മേളനം, പിന്നെ പോയാൽ കാണാനേ ഇല്ല. എന്താ ഇദ്ദേഹത്തിന് പണി എന്ന് പിടികിട്ടുന്നില്ല. അതായത് ഇടക്കാലത്തൊന്ന് നിർമ്മാണ യോഗയോ അങ്ങനെ എന്തോ ഒരു യോഗക്ക് പോയപ്പോൾ കുറച്ചൊരു ഉഷാറായിട്ട് വന്നിരുന്നു. ഇതോടുകൂടി ഇയാൾ ശരിയായെന്ന് വിചാരിച്ചാണ്. പക്ഷേ പിന്നെയും അങ്ങനെയായി. അതായത് അവിടെ സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന ഒരാൾ 2 ദിവസം കൂടെ ഇങ്ങനെ കിടന്നാൽ മരിച്ചു പോകും എന്നാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. 2 ദിവസം കൂടെ ഈ സമരത്തിൽ കിടന്നാൽ മരിച്ചു പോകും എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ നടക്കുകയാണ്. ഉമർ ഖാലിദ് ജയിലിൽ കിടന്നിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം കഴിഞ്ഞ ദിവസം ഇറങ്ങി. അപ്പോൾ ഈ പ്രതിപക്ഷം എന്നുള്ളത് ചെതറിയിട്ടാണെങ്കിലും പല സംഭവങ്ങൾ രാജ്യത്തുണ്ടാകുന്നു പ്രതിപക്ഷം. എന്നിട്ട് കഴിഞ്ഞ യോഗത്തിനകത്താണ് ഇദ്ദേഹം എന്തൊരു ഗീർവാണാണ് അടിച്ചത്. അതായത് ഞങ്ങൾ കോൺഗ്രസ് ഭയങ്കര കക്ഷികളാണ്, ഞങ്ങൾ ആദ്യം മുതലേ കോൺഗ്രസ് ഭയങ്കര പ്രൊട്ടസ്റ്റിൻ്റെ അടയാളമാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആളെ ഇപ്പോൾ കാണാനേ ഇല്ല. പിന്നെ അതിനകത്ത് എനിക്കൊരു സംശയമുള്ളൂ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഈ കാലത്ത് നമ്മൾ പരമ്പരാഗതമായ രീതിയിലുള്ള സമരം ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ളൊരു ലൈൻ അതിനകത്തുണ്ടായിരുന്നു. മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് വെറുതെ എന്തിനാണ് സമരം ചെയ്തിരിക്കുന്നത്, വെള്ളമെടുത്തും പോയിട്ട് വല്ല ഒരു ലീവ് എടുത്തേക്കാം, വെക്കേഷൻ എടുത്തേക്കാം എന്ന് ചിലപ്പോൾ യോഗ പഠിക്കാൻ പോയെന്ന് വിചാരിച്ചാണോ സംശയമുണ്ടിരിക്കും. ഇതാദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ കാണാതാകുന്നത്. രാജ്യം അഭിമുഖീകരിക്കുന്ന പല നിർണായക ഘട്ടങ്ങളിലും വിദേശത്തേക്ക് പറന്ന ചരിത്രം രാഹുൽ ഗാന്ധിക്കുണ്ട്. ഇനി നമ്മൾ ഒരുമിച്ച് തെരുവിലിറങ്ങണമെന്ന് ഇന്ത്യ സഖ്യയോഗത്തിൽ പറഞ്ഞതിന് ശേഷം ഇത്ര പെട്ടെന്ന് തന്നെ രാഹുൽ ഗാന്ധിയെ കാണാതാകുമെന്ന് കോൺഗ്രസും പ്രതീക്ഷിച്ച് കാണില്ല എന്നാണ് വിചാരിക്കുന്നത്. രാഹുൽ വിദേശത്തേക്ക് പോയതോടെ കോൺഗ്രസിൻ്റെ പല പ്രക്ഷോഭ പരിപാടികളും പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു. നീറ്റ് ക്രമക്കേടുകൾക്കെതിരെ രാജ്യവ്യാപകമായി വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടാനുള്ള നീക്കം രാഹുൽ പോയ ശേഷം പിന്നെ അവതാളത്തിലായി. അയോധ്യ സ്വർണ്ണക്കൊള്ളയിലും ഒരക്ഷരം പോലും പ്രതികരിക്കാനാകാതെ കോൺഗ്രസ് ഒതുങ്ങിപ്പോയതും നാം ഇതിനിടയിൽ കണ്ടു. ഇങ്ങനെയൊരു സമയത്ത് സ്ഥിരതയില്ലായ്മ തോന്നിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി, രാഷ്ട്രീയ സ്ഥിരതയില്ലായ്മ തോന്നിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന നേതാവിന് ചേർന്നാണെന്ന ചോദ്യം വീണ്ടും ഉയരുന്നുണ്ട്. എന്താണെങ്കിലും ചെറിയ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്ത് മടങ്ങിയെത്തിയ രാഹുൽ ഗാന്ധി വീണ്ടും പ്രക്ഷോഭങ്ങളിൽ സജീവമാകുന്ന കാലമാണ് ഇനി എന്ന് ഓർക്കാം. മറ്റൊരു ഇടവേള വരുന്നത് വരെ.